ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ ദേ നമ്മള് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല, ഒരു എന്താ പറയാ, ഒരു കുക്കിംഗ് വ്ലോഗാണ്. പക്ഷെ സാധാരണ ചെയ്യുന്നത് പോലെ അല്ലാതെ നമുക്ക് എന്താ പറയാ, എങ്ങനെ സംസാരിച്ച് വോയിസ് ഓവർ കൊടുക്കാണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, എങ്ങനെ വരുമെന്ന് അറിയത്തില്ല, ലെറ്റ്സ് സീ. അപ്പോൾ എന്താണ് ഇവിടുത്തെ സീൻ എന്ന് വെച്ചാൽ, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതെന്താണ്, ചമ്മന്തിയും അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയം 8:15. പിന്നെ എന്താണ്, ഇവിടെ പാപ്പു ഉറങ്ങുന്നു, ഞാൻ കാണിച്ചു തന്നു. ദേ ഇവിടെ ഒരാൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത്രയൊക്കെയാണ് പരിപാടി. അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നാണ് ഈ വ്ലോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആർ യു റെഡി? ദേ ഇവിടെ തക്കാളി, മല്ലിയില, സവോള, ബാസ്മതി റൈസ്. പിന്നെ മെയിൻ ഐറ്റം എന്താണെന്ന് കാണിച്ചു തരാം. കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ട്. നമ്മൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ബിരിയാണി ചെയ്യാം. ഓക്കെ, ഇന്നലെ മേടിച്ചതാണ്, അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി എല്ലാ മസാല എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ബിരിയാണി ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സെൽഫി സ്റ്റിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാസ്മതി റൈസ് കുറച്ച് വെള്ളം ഒഴിച്ച് കൂക്കാൻ വയ്ക്കാം. അപ്പോൾ എനിക്ക് എപ്പോഴേ ഈ ഫോണിൽ നോക്കുമ്പോൾ നമ്മളെ നോക്കി സംസാരിക്കുന്നതാണ്, ഇവിടെ നോക്കി സംസാരിക്കാൻ ഭയങ്കര പാട്. ഈ പ്രോൺസ് നമുക്കൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെക്കാം. ഡീഫ്രോസ്റ്റ് അല്ല, ഞാനൊരു 2 minutes വെക്കും അവനല്ല. അപ്പം അതങ്ങ് ഐസൊക്കെ മാറിക്കിട്ട് എന്നിട്ട് നമുക്കതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സായി ഉറങ്ങുമല്ലേ, അപ്പൊ സായി ഉറങ്ങുന്ന സമയത്തിന് മാക്സിമം നമ്മൾ ഈ പരിപാടികളൊക്കെ തീർത്ത് വെച്ചാൽ വളരെ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അവ ഉണർന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ പാൻ എടുത്തു, അടുപ്പത്ത് വെച്ചു, കത്തിച്ചു. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പൊതുവെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ സവോള, പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ എന്താ നമ്മുടെ തക്കാളി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു ഇതുണ്ടാക്കത്തില്ലേ, റോസ്റ്റിന് വേണ്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് അങ്ങനെ വെക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടില്ല, അതുപോലെ എടുത്തിട്ട് വരാം. വെളിച്ചെണ്ണ എടുത്തൊഴിക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി അല്ല ഇടുന്നത്, വറുത്ത് വെച്ചേക്കുന്ന പൊടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുളകും മല്ലിയൊക്കെ. അപ്പം തീ വളരെ കുറച്ച് വെച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഫസ്റ്റ് നമ്മൾ മുളക്, മല്ലി, മഞ്ഞൾ, ഇത്രയും സാധനങ്ങളിട്ട് എണ്ണയിൽ കിടന്ന് ഈ നമ്മുടെ മസാല എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ്. കാരണം സായിക്കുട്ടിനും കൂടെ കൊടുക്കണമല്ലോ, അപ്പം എനിക്ക് ആ ഒരു കളറും വേണം. അവന് ആ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടിരുന്നാൽ, ആ ഒരു കളർഫുള്ളും നല്ല നല്ല ഒരു റെഡിഷ് കളർ ആണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാണ്ട് നമ്മൾ ഗ്രീൻ ചില്ലി എടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി ഒരു 2 സ്പൂൺ, ഈ ഒരു രീതിയിൽ ഒരു സ്പൂൺ 2 ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടു, ഇതേ മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടിയാണ് നമ്മളവിടെ ചെയ്യുന്നത്, അപ്പൊ അതിന് ഭയങ്കര വാസനയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും. കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ടി വരില്ല. സോ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു. ഓക്കെ,
ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സവോള, പച്ചമുളക്. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇപ്പോൾ, കാരണം നമ്മൾ പ്രോൺസ് ഓൾറെഡി സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഇത്രയും. നമ്മൾ ഇതിലേക്ക് ഒരു സാധനം ഇട്ടില്ല, ഗരം മസാല അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എന്താ പറയാ, തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് വഴഞ്ഞു വരില്ല. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് മാക്സിമം നന്നായിട്ട് വഴച്ചതിന് ശേഷം വേണം തക്കാളി ആഡ് ചെയ്യാൻ. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചോട്ടെ, എത്ര പുളി വേണമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്, ഇതൊരു 3 തക്കാളി ഉണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ ഒരു ഗ്രേവി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നെയ്യ് ഒഴിച്ചു, അതിന് ശേഷം നമ്മുടെ ഗരം മസാല എല്ലാം ഹോൾ സ്പൈസ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വാരി വെച്ചില്ലേ ആ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആ എടുത്തു വെച്ചിരുന്ന പ്രോൺസ് ഇല്ലേ, ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ്സ്, മാക്സിമം 3 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ 4 അടുപ്പിലായിട്ട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒരെണ്ണത്തെ അടുപ്പിൽ സാധനമല്ല കേട്ടോ, പാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ഗ്രേവിയിലേക്ക്, തിക്ക് ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത പ്രോൺസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഐറ്റം റെഡിയായി. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, ദം ഇടാനുള്ള നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് എടുത്തു, അതിലേക്ക് കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷെഫ് പിള്ള പറയുന്ന പോലെ നമുക്കതൊന്ന് വാരി വിതറാം. ഓക്കെ, നന്നായിട്ട് മുകളിൽ ഞാൻ ലെയർ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ റൈസ് എടുത്തു, അതിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു ഗ്രേവി ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ടു, നടുക്കായിട്ട് കുറച്ച് നമ്മുടെ എന്താ പറയുക ഗീ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് സിമ്മിൽ വെച്ചൊന്ന് ദം ചെയ്തെടുത്തിട്ട് പതിയെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കി. അപ്പോൾ എനിക്ക് തോന്നി അത് ചിലപ്പോൾ നമ്മുടെ റൈസ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ തട്ടി എല്ലായിടത്തേക്കും ആ ഗ്രേവി എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി, സാറ്റർഡേ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ച് ഒരു ഗ്ലാസ് ചായ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സിസ്റ്റത്തിൽ ഞാനിരിക്കുന്നു, മറ്റൊരു സിസ്റ്റത്തിൽ ശരത്, പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു സിസ്റ്റമായിട്ട് നമ്മുടെ സായി അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.